ಭರತಕುಲಭಾಗ್ಯ ಕಲಿಗೆ ಭಾವರಸಾನಂದ ಪರಿಣದ ಕರೆ ಜಗದೈಕ ಮೋಹನ ಕಲೆ ಜಯ ಜಯ ರಂಗಾಧಿ ದೇವದೇ ದೇವಿ ടീച്ചർ കോളേജിൽ അധ്യാപികയായിട്ട് കയറിയതിനെ കുറിച്ചും ടീച്ചറിന്റെ സഹപ്രവർത്തകരെ കുറിച്ചും ഒന്ന് പറയാമോ? പറയാലോ. ഞാൻ 1990 ഈ ജോലിക്ക് വേണ്ടി സംഗീത കോളേജിൽ ജോലിക്ക് കയറുക. അന്ന് സംഗീത കോളേജല്ല, സംഗീത അക്കാഡമി. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് വരുന്നത് 1990. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വരാഞ്ഞിട്ട് കാത്തിരുന്നു. ഒടുവിൽ ഫൈനലി ഞാൻ PSC ഓഫീസിൽ പോയി. അത് തിരഞ്ഞപ്പോൾ റിസൾട്ട് ഉടനെ വരുമെന്നുള്ള അറിയിപ്പ് കിട്ടി. ഞാൻ മടങ്ങിപ്പോന്നു. 1991 ജനുവരി 5 ജോലിക്ക് കയറത്തക്ക ദിവസം എനിക്ക് ഓർഡർ വന്നു. പിന്നെ കോളേജിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് അവിടുത്തെ അധ്യാപകരിൽ ഒരാൾ എനിക്ക് പരിചയമില്ലാത്ത ആളും 2 പേര് എനിക്ക് പരിചയമുള്ളവരും. അതാരൊക്കെയാണ് ടീച്ചർ? പരിചയമില്ലാത്ത പുതുതായിട്ട് ഞാൻ അവിടെ കണ്ടത് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ശ്രീമതി സുന്ദരേശ്വരി അമ്മ. ആള് ഇപ്പോൾ ആളില്ല. പിന്നെ ഒപ്പം ഉണ്ടായിരുന്നത് ഒരു ലേഖ തങ്കച്ചിയും പിന്നീട് ഒരു ശിവാനന്ദൻ നായരും. അവർക്ക് ശേഷം ഞാനും അവിടെ അധ്യാപികയായിട്ട് തുടർന്നു എന്നുള്ളതാണ്. ടീച്ചർ എത്ര വർഷക്കാലം സർവീസിലുണ്ടായിരുന്നു? സർവീസിൽ ചുരുങ്ങിയ കാലമെന്നേ ഉള്ളൂ. എന്നാൽ സംഗീത അക്കാഡമി എന്നുള്ള പേരിൽ ഡിപ്ലോമ കോഴ്സ് നടക്കുമ്പോഴും അത് കഴിഞ്ഞ് ഡിഗ്രി കോഴ്സായിട്ട് വരുമ്പോഴും എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലാകും. ഡിപ്ലോമയ്ക്ക് എങ്ങനെ ക്ലാസ് എടുക്കണം, ഡിഗ്രിക്ക് എങ്ങനെ ക്ലാസ്, രണ്ടും 2 തലത്തിലുള്ള സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. ഡിപ്ലോമ കാലത്ത് 10 കുട്ടികൾ എന്ന കണക്കിന് 4 വർഷത്തെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഡിഗ്രി ആയപ്പോൾ അത് 7 എന്ന രീതിയിലായി. കുട്ടികളും വർഷവും 3 വർഷത്തെ കോഴ്സ് ഡിഗ്രി ആയിട്ടും 4 വർഷത്തെ കോഴ്സ് ഡിപ്ലോമയായിട്ടും അന്ന് നടന്നിരുന്നു. ഇത് രണ്ടിലും ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യമാണ് എനിക്കുണ്ടായതെന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പറയുന്നു. എനിക്ക് ടീച്ചറിന്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് കഴിയാൻ പറ്റിയതും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ടീച്ചർ. അതെ.